മൈൽ സ്റ്റോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് മെറ്റാലിംഗ്വിസ്റ്റിക്. അത് മെറ്റലിംഗ്വിസ്റ്റിക്സ് എന്നാണ് ഇതിനകത്ത് നമ്മൾ സിലബസിലുള്ളത്. ഇനി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ടല്ലോ എന്നോർത്താണ് ഞാൻ അതുപോലെ തന്നെ എഴുതിയത്. ഇറ്റ്സ് ആക്ച്വലി മെറ്റാലിംഗ്വിസ്റ്റിക് അവെയർനെസ്. അപ്പോൾ മെറ്റാലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ മെറ്റ എന്നുള്ള വാക്ക് നിങ്ങൾ മെറ്റാ കോഗ്നിഷനൊക്കെ കേട്ടിട്ടുണ്ട്. ഹയർ എന്ന് തന്നെ ഓർക്കുക, അപ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. അതായത് ലാംഗ്വേജ് അറിയാം, അല്ലെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു അവെയർനെസ്. ഓക്കെ, ഞാൻ ഭാഷ പറയുമ്പോൾ ഓക്കെ ഐ എം അവെയർ അബൌട്ട് ദിസ് വേർഡ്, അല്ലെങ്കിൽ ഇന്ന വാക്ക് ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്നതാണ് ചിന്തിക്കുന്നത് എന്നുള്ള നമ്മുടെ ഒരു അവെയർനെസ്സിനെയാണ് മെറ്റാലിംഗ്വിസ്റ്റിക് അവെയർനെസ്. ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് ദ ലാംഗ്വേജ് ആസ് എ സിസ്റ്റം. അപ്പം ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കാനുള്ള നമ്മുടെ ഒരു എബിലിറ്റി എനിക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനൊരു സിസ്റ്റമായിട്ട് മനസ്സിലാക്കാൻ. അതായത് ചില വാക്കുകളുടെ കൂടുതൽ ചിലതേ ചേരത്തുള്ളൂ. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾക്ക് അതിനെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സോ അതിനെയാണ് മെറ്റാലിംഗ്വിസ്റ്റിക് അവെയർനെസ് എന്ന് പറയുന്നത്. അറൗണ്ട് ഏജ് 4 ആകുമ്പം children know the word labels are arbitrary and not part of the object to which they infer. അതായത് എല്ലാ ഒബ്ജക്ട്സിനും ഒരു പേരെന്നല്ല, അത് ചിലപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വേർഡ് ചിലപ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളല്ലേ ഭയങ്കര വേദന, ഭയങ്കരം എന്നൊക്കെ പറയുമ്പോൾ ഒരേ വാക്കിൻ്റെ കൂട്ടത്തിൽ യെസ് ചേർക്കുമ്പോഴും ചേർക്കുമ്പോഴും അല്ലെങ്കിൽ അപ്പോസ്ട്രോഫി ചേർക്കുമ്പോഴും ഒക്കെ അതിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുവാണ്. 4 വയസ്സാകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും. ദേ ക്യാൻ ഓൾസോ മേക്ക് സം ബേസിക് സിൻടാക്റ്റിക് ജഡ്ജ്മെൻറ്റ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാമറിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാണി, മാണിയുടെ, മാണിക്ക് എന്നൊക്കെ പറയുമ്പോൾ വിവിധ അർത്ഥങ്ങളാണ് മനസ്സിലാകുന്നതെന്ന് ദേ വിൽ റിയലൈസ്. ആൻഡ് ബൈ ഏജ് 5 children have a good sense of the concept of word. These early metalinguistic understandings are good predictor. അപ്പം ഓരോ വാക്കുകൾ മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വേർഡ്സ് യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കും. ആൻഡ് ഇതവരുടെ ഗ്രാമാറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെയും വൊക്കാബുലറി ഡെവലപ്മെൻറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നെവർത്ത്ലെസ് ഫുൾ ഫ്ലവറിങ് ഓഫ് മെറ്റാലിംഗ്വിസ്റ്റിക് ഡസ് നോട്ട് ഒക്വർ. അപ്പോൾ നമുക്കറിയാം ഒരു ഫുൾ അവെയർനെസ് ഒരിക്കലും ഈ 5 വയസ്സാകുമ്പോഴത്തേനും കിട്ടത്തില്ല. കുറച്ചും കൂടെ ഒരു മിഡിൽ ചൈൽഡ്ഹുഡിലേക്കേ വരത്തുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ഒരു സെഷനിൽ പറഞ്ഞു വേർഡ്സ് അക്വയർ ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രാമാറ്റിക്കലി ഒക്കെ നമ്മൾ വളരുന്നത് ഈ മിഡിൽ ചൈൽഡ്ഹുഡിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോഴാണ് കോഗ്നിഷൻ എന്നുവെച്ചാൽ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ്സിൽ ഇന്നതാണ് ഇങ്ങനെ നമ്മൾ ഗ്രാമറൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യും. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ റീഡിങ് ഔട്ട്, ടീച്ചർ ഉറക്കെ വായിക്കുന്നത്, ടീച്ചർ നമ്മളെ കൊണ്ട് വായിപ്പിക്കുന്നത്, അതൊക്കെ ഇപ്പം നമ്മൾ വാക്കുകൾക്ക് കൊടുക്കുന്ന സ്ട്രെസ് മീനിങ് മാറ്റുന്നില്ലേ, അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് സഹായിക്കുന്നത്. സോ ദാറ്റ് ഈസ് ലാംഗ്വേജ് ആസ് എ സിസ്റ്റം നമ്മൾ റിയലൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മെറ്റാലിംഗ്വിസ്റ്റിക്സ്. Between age 4 and 8 children make great strides in the phonological awareness. ഇപ്പോൾ 4 തൊട്ട് 8 വയസ്സിനിടയ്ക്ക് അവർക്ക് ഈ സൗണ്ട്സിനെ കുറിച്ചും സൗണ്ട്സിൻ്റെ യൂസിനെ കുറിച്ചും ഒക്കെ മനസ്സിലാകുമെന്നാണ് പറയുന്നത്. Whereas preschoolers are sensitive to rhyme and other changes in word sounds, third graders can identify all the phonemes in the word. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഞ്ഞു പിള്ളേർ റൈം മാത്രമാണ്, എന്നുവെച്ചാൽ ആ താളം മാത്രമാണ് ശ്രദ്ധിക്കുന്നത് കുഞ്ഞു പിള്ളേർ. പക്ഷേ ഒരു എവിടെയായിരുന്നു പ്രീ സ്കൂളേഴ്സ് ആകുമ്പോഴത്തേനും അവർ വാക്കുകളിനകത്തെ അല്ലെങ്കിൽ ഒരു വാക്കിലെ പല സൗണ്ട്സിനെ അവർ തിരിച്ചറിയും, അല്ലെ ദേ ആർ സെൻസിറ്റീവ് ടു ഈച്ച് ആൻഡ് എവറി ഫോണിംസ് എന്നാണ് പറയുന്നത്, ബേസിക് സൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഫോണോളജിക്കൽ അവെയർനെസ് സ്ട്രോങ്ലി പ്രെഡിക്ട്സ് റീഡിങ് പ്രോഗ്രസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സൗണ്ട്സ് തിരിച്ചറിയുന്ന കൊച്ചിനെ വായിക്കാനുള്ള എബിലിറ്റി പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ബിക്കോസ് സൗണ്ട്സ് മനസ്സിലാകുമ്പോൾ അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ പഠിക്കുമല്ലോ, അതാണ് അവിടെ പറയുന്നത്. ദെൻ ലിറ്ററസി പ്രൊമോട്ട്സ്, ഒപ്പം പഠനവും കൂടെ. ഇപ്പം എ കാണുമ്പോൾ എന്ന് മനസ്സിലാവുന്ന എ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെ എന്തും കൂടെ പറയണം, എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഏമ്പക്കം വിട്ടതല്ല കേട്ടോ, എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എന്ന് പറയാനും കൂടെ പഠിക്കണം. ആപ്പിൾ അല്ലെങ്കിൽ അസ്ട്രോനോട്ട്, ഇപ്പോൾ മണിനെ പഠിപ്പിക്കുന്നുണ്ട് ഈ വാക്കൊക്കെ വന്നത് കേട്ടോ. ഈ എന്ന് പഠിച്ചാൽ മാത്രം പോരാ, കാണുമ്പോൾ എന്ന് പറയാനും കൂടെ പഠിക്കണം. അതാണ് ലിറ്ററസിയും വേണം, അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഫോണോളജിക്കൽ അവെയർനെസ്സും കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ അവർ നന്നായിട്ട് വേർഡ്സ് പറയത്തുള്ളൂ, വായിക്കത്തുള്ളൂ. ആൻഡ് സ്കൂൾ ഏജ് ചിൽഡ്രൻ also make strides in morphological awareness, including the ability to manipulate word ending and generalize them into novel context. അപ്പം മോർഫോളജിക്കൽ, അതായത് സ്ട്രക്ചറിൽ വരെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എസ് കൂട്ടി അല്ലെങ്കിൽ ഇ ഡി കൂട്ടി, നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മാറും എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു വാക്കിനെ പല അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ അവർ പഠിക്കും.
അറൗണ്ട് ഏജ് 8 ചിൽഡ്രൻ ക്യാൻ ജഡ്ജ് ദ ഗ്രമാറ്റിക്കൽ കറക്റ്റ്നെസ് ഓഫ് എ സെൻറ്റൻസ്. അപ്പം 8 വയസ്സാകുമ്പോഴത്തേനും ഒരു ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. അല്ല, 8 എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് കറക്റ്റായിട്ട് മനസ്സിലാകും. അമ്മ ഇന്നലെ അത് മേടിച്ച് തരാം എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ നമ്മളെ ഇങ്ങനെ നോക്കും, അമ്മ എന്നെ പറയുന്നത് എന്നുള്ള രീതിയിൽ. ഇന്നലെ, നാളെ, അല്ലെങ്കിൽ അമ്മ അത് ഇന്നലെ അമ്മ നാളെ അത് ചെയ്തായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ കോൺട്രഡിക്റ്ററി ആയിട്ട് അവർക്ക് തോന്നും. അപ്പോൾ അതാണ് metalinguistic knowledge is evident in elementary school children, improved ability to define words and appreciate their multiple meanings in. അപ്പം പല നമ്മൾ ഈ പറയുന്ന പോലെ ഈ മെറ്റാലിംഗ്വിസ്റ്റിക് അവെയർനെസ് ആണ് നമുക്കൊരു വാക്കിലെ എന്താ പറയുന്നത് സർക്കാസമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളും വേറെ രീതിയിൽ നമ്മളൊരു വാക്കിനെ 2 രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചറിയുന്നതും ഒക്കെ. ഇപ്പം കത്തി, കഴിഞ്ഞ ദിവസം എന്നോട് കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചിനെ പഠിപ്പിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ആൻസറിൽ ഗ്യാസ് അടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ കൊച്ച് എന്നോട് ചോദിച്ചു, മിസ്സേ അതെന്താ മിസ്സേ ആൻസറിൽ ഗ്യാസ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടി, നമ്മളതുകൊണ്ടാണല്ലോ ഗ്യാസ് അടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, ഗ്യാസിൻ്റെ പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്യുന്ന പോലത്തെ ആൻസറിനെയാണ് നമ്മൾ ഗ്യാസ് അടിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ അർത്ഥം, ഇന്ന മീനിങ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജിനെ കുറിച്ച് നല്ല അറിവ് വേണം. ആൻഡ് ബൈലിംഗ്വൽ ചിൽഡ്രൻ, അപ്പം ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ സമയം 2 ഭാഷ യൂസ് ചെയ്യുന്നവരെയാണ് ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. ബൈലിംഗ്വൽ ചിൽഡ്രൻ ആർ അഡ്വാൻസ് ഇൻ മെറ്റാലിംഗ്വിസ്റ്റിക് അവെയർനെസ്. അപ്പം ബൈലിംഗ്വൽ ചിൽഡ്രൻ്റെ മെറ്റാലിംഗ്വിസ്റ്റിക് അവെയർനെസ് എപ്പോഴും കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. കാരണം 2 ഭാഷ അറിയാവുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ പ്രോസസ്സിങ്ങും ഒക്കെ എളുപ്പമായിരിക്കും. ആൻഡ് അവരുടെ കോഗ്നിറ്റീവ് സ്കിൽസും, അവരുടെ ചിന്തിക്കും. നമ്മൾ ലാംഗ്വേജ് ആൻഡ് തോട്ട് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പറഞ്ഞു, ലാംഗ്വേജ് എൻഹാൻസസ് തോട്ട് ആൻഡ് തോട്ട് എൻഹാൻസസ് ലാംഗ്വേജ്. അപ്പം ഒത്തിരി ചിന്തിക്കുന്നവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകും. ലാംഗ്വേജ് ഒത്തിരി ഉള്ളവർക്ക് മൾട്ടി ഡയമെൻഷനായിട്ട് ചിന്തിക്കാനും പറ്റും. അതാണ് ആ ഒരൊറ്റ ടോപ്പിക്കിൻ്റെ റെലവൻസ്. ഇപ്പോൾ ബൈലിംഗ്വൽ ആയിട്ടുള്ളവർക്ക് ഇത് രണ്ടും, അതായത് അവരുടെ ലാംഗ്വേജ് സ്കിൽസും ഇമ്പ്രൂവ്ഡ് ആവും, അവരുടെ കോഗ്നിറ്റീവ് സ്കിൽസും അഡ്വാൻസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ബൈലിംഗ്വലിസം? വളരെ ചെറിയൊരു ടോപ്പിക്കാണെങ്കിലും ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ചാപ്റ്ററിൽ എന്താണ്, 2 ലാംഗ്വേജ് അറ്റ് എ ടൈം പഠിക്കുന്ന, അല്ലെ 2ൽ കൂടുതൽ ലാംഗ്വേജ് പഠിക്കുന്നതിനെയാണ് ബൈലിംഗ്വൽസ്, ബൈ 2 ലിംഗ്വൽസ് ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ അത് 2 രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ബൈ അക്വയറിങ് ബോത്ത് ലാംഗ്വേജ് അറ്റ് ദ സെയിം ടൈം. ഇപ്പോൾ ചിലരില്ല, ഇപ്പം നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ പുറത്തുണ്ട്, ഫ്രണ്ട്സിൻ്റെ അല്ല കസിൻസിൻ്റെ ഒക്കെ പിള്ളേരുണ്ട്, അല്ലെങ്കിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഒന്നിച്ച് പഠിക്കും. അതാണ്, ഒന്നെങ്കിൽ ഒരേ സമയം 2 ലാംഗ്വേജ് പഠിക്കും, ഇല്ലെങ്കിൽ ഒന്ന് പഠിച്ചതിന് ശേഷം അടുത്തത് പഠിക്കും. ഇപ്പം നമ്മളൊരു മലയാളം മീഡിയത്തിൽ അങ്ങനെയല്ലേ, ആദ്യം ഒരു മലയാളത്തിൽ പഠിക്കും, ഒരു ക്ലാസ് തൊട്ട് അവർ ഇംഗ്ലീഷ് പഠിക്കും. അതാണ് ഒന്ന് പഠിച്ചതിന് ശേഷം രണ്ടാമത്. സോ ചിൽഡ്രൻസ് ഓഫ് ബൈലിംഗ്വൽ പേരൻസ് ഹു ടീച്ച് ദം ബോത്ത് ദ ലാംഗ്വേജ് ഇൻ ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് സെപ്പറേറ്റ് ദ ലാംഗ്വേജ് സിസ്റ്റം. അപ്പം ചെറുപ്പം തൊട്ടേ 2 പറയുന്നവർക്ക് 2 ഭാഷയും 2 ആണെന്നും അതിൻ്റെ വാക്കുകളും റൂൾസും ഒക്കെ 2 ആണെന്നുള്ള തിരിച്ചറിവ് വരും. Preschoolers acquire normal native ability in the language of their surrounding community and good to native ability in the second language. അപ്പം നമ്മൾ പറഞ്ഞു പ്രീസ്കൂളേഴ്സിന് നോർമലി ആദ്യം പഠിക്കാൻ, ഇപ്പം മാണിയുണ്ടല്ലോ, മാണിക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന മലയാളമാണെന്ന് പുള്ളി പഠിച്ചിട്ടില്ല കേട്ടോ, ഇംഗ്ലീഷാണെന്നാണ്. അപ്പോൾ പുള്ളി ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അവൻ എന്നോട് പറയും, അമ്മേ മലയാളത്തിൽ പറയണ്ടമ്മേ എന്ന് പറയും. അപ്പം പിള്ളേർക്ക് എപ്പോഴും നേറ്റീവ് ലാംഗ്വേജ് ആണ് ആദ്യം അവർ പഠിക്കാൻ, അവർക്കൊരു ദേ അക്വയർ നോർമലി ദ നേറ്റീവ് ലാംഗ്വേജ്. എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അത് നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോഴായിരിക്കും അവരെന്ത് കഴിക്കുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് അവർ പഠിക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്പോഷർ. ഇപ്പം നമ്മളെന്നും റെഗുലർലി യൂസ് ചെയ്യാത്തത് കൊണ്ട് സംടൈംസ് ദാറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഇപ്പം മാനയുടെ കേസിലാണ് ഡിഫിക്കൽട്ടാണ്, ബിക്കോസ് ഞാനിങ്ങനെ വല്ലപ്പോഴും എനിക്കൊരു മൂഡ് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ യൂസ് ചെയ്യത്തില്ല. So, children who learn 2 languages in early childhood acquire each according to a typical timetable. When school children, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് അവിടെ പറയുന്നത്, നിങ്ങളിത് വായിച്ചോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചോ കേട്ടോ. ഇതിനകത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പിള്ളേരുടെ ഒരു പ്രശ്നം കോഡ് സ്വിച്ചിങ് ആണെന്നാണ് പറയുന്നത്. ബൈലിംഗ്വൽസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കോഡ് സ്വിച്ചിങ്. കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഭാഷ പഠിക്കുമ്പോൾ അവർ 2ൻ്റെയും എല്ലാ വേർഡ്സും പ്രോപ്പറായിട്ട് പഠിക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന് ഇപ്പോൾ നമ്മൾ പ്ലീസ് എന്ന് മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നമുക്ക് ആർക്കും അറിയത്തില്ല അല്ലേ. ദയവ് ചെയ്ത്, നമ്മളാരും ദയവ് ചെയ്തെന്ന് പറയാറില്ല, നമ്മളെപ്പോഴും പ്ലീസാണ്. അപ്പം 2 ഭാഷകൾ പഠിക്കുമ്പം
എല്ലാ വേർഡ്സിൻ്റെയും പ്രോപ്പർ വെക്കാബുലറി പഠിക്കാതെ ഒന്നിൽ നിന്ന് ചാടി അടുത്തയിലേക്ക് പോകും, ഏതാണോ പെട്ടെന്ന് വായിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കില്ല. ഒന്നറിയത്തില്ലാത്തതിന് മറ്റേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കോഡ് സ്വിച്ച് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലീസ് എനിക്ക് അറിയത്തില്ല, അല്ല പ്ലീസ് ഇംഗ്ലീഷ് അറിയത്തില്ല, ഉടനെ അമ്മ പ്ലീസ് എന്ന് പറയും, അല്ലെ അമ്മ എനിക്ക് തരാമോ പ്ലീസ്. അപ്പം ഈ തരാമോ ദയവ് ചെയ്ത് എന്ന് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് നേരെ പ്ലീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കോഡ് സ്വിച്ചിങ് ഒരിക്കലും അവരെ എൻറിച്ച് ചെയ്യില്ല എന്നാണ് പറഞ്ഞാൽ. ഒരു ലാംഗ്വേജിലും അവർ എക്സൽ ആവത്തില്ല. അവരിങ്ങനെ രണ്ടും അറ്റ് എ ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ കുറവുകൾ അവരൊരിക്കലും ദേ വിൽ നോട്ട് കവർ ഇറ്റ് അപ്പ് എന്നാണ് പറയുന്നത്. സോ പ്രൊഡ്യൂസിങ് ആൻ അറ്ററൻസ് ഇൻ വൺ ലാംഗ്വേജ് ദറ്റ് കണ്ടെയ്ൻസ് വൺ ഓർ മോർ ഗസ്റ്റ് വേർഡ്സ് ഫ്രം ദ അതർ. നമ്മളങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് അങ്ങനെയല്ലേ, നമുക്ക് മലയാളത്തിൽ കിട്ടാത്തതിനെല്ലാം നമ്മൾ ഇംഗ്ലീഷിലേക്ക് എടുക്കും, ഇംഗ്ലീഷിൽ വന്നു കഴിയുമ്പോൾ നമ്മളത് മംഗ്ലീഷിലേക്ക് എടുക്കും, അത് നമ്മൾ മലയാളത്തിൽ നിന്ന് കോപ്പി ചെയ്യും. സോ അതാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ കോഡ് സ്വിച്ചിങ് നടത്തുമ്പോൾ അവർക്ക് ദേ ലാക്ക് ദ വെക്കാബുലറി എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ കോഡ് സ്വിച്ചിങ് നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റീനെ കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ നമ്മളറിയാം ചില കൾച്ചേഴ്സിൽ ഇപ്പം നമ്മുടെ മലയാളത്തിലൊക്കെയാണ് ചില വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിലേ പറയത്തുള്ളൂ. അതുപോലെ ചില വാക്കുകൾ ചിലതിന് നമുക്ക് അങ്ങനെ ഒരു വേർഡ് ഇല്ല, അപ്പോഴും നമ്മൾ ഇതുപോലെ എന്താ പറയുക കടമെടുക്കും നമ്മൾ. സോ ബൈലിംഗ്വൽ അഡൽട്സ് ഫ്രീക്വൻറ്റ്ലി കോഡ് സ്വിച്ചിങ് ടു എക്സ്പ്രസ് കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് ചിൽഡ്രൻ മേ ഫോളോ ദ സ്വീറ്റ്. എന്ന് വെച്ചാൽ പേരൻസ് ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്ലീസ് എന്ന് മാണി പഠിച്ചത് ഇവിടുന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടാണ്. അപ്പം ചില കൾച്ചറിൽ ഈ എന്താ പറയുക കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടേംസ് പേരൻസ് പറയുമ്പോൾ അത് തന്നെ പിള്ളേരും എടുക്കും. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ലിസൺ ടു കോഡ് സ്വിച്ചിങ് മേ ഫെസിലിറ്റേറ്റ് ബൈലിംഗ്വൽ ഡെവലപ്മെൻറ്റ്. പക്ഷേ ഒന്നുണ്ട്, ഇങ്ങനെ പേരൻസ് പറയുന്നത് കൊണ്ട് തന്നെയാണ് ബൈലിംഗ്വൽ. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില വേർഡ്സ് പറയുന്നത് കൊണ്ടാണ് മാണി എന്താകുന്നത് ഫെമിലിയർ ആവുന്നത്. സോ അവൻ്റെ നേറ്റീവ് ലാംഗ്വേജായ മലയാളം അല്ലാതെ അവൻ ഇംഗ്ലീഷിന് കുറച്ച് വേർഡ്സ് പറയുന്നതിൻ്റെ ഒരു കാരണം ഞാൻ ഈ ബൈലിംഗ്വൽ കോഡ് സ്വിച്ചിങ് നടത്തുന്നത് കൊണ്ടാണ്. സോ കമ്പയർ ടു ദെയർ മോണോലിംഗ്വൽ ഏജ് മേറ്റ്സ് ബൈലിംഗ്വൽ ഹാവ് സ്മോളർ വെക്കാബുലറീസ് കണ്ടോ. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് ആരാ പറഞ്ഞത്, നമ്മുടെ രേവ മിസ് പറഞ്ഞു, രേവ മിസ്സിൻ്റെ ചേട്ടൻ്റെ കൊച്ച് പറഞ്ഞത് ജ്വലിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞെന്ന്. അപ്പം നമ്മൾ നല്ലച്ചയ്ക്ക് മൂന്നര വയസ്സുള്ള കുട്ടിയാണ്. ജ്വലിക്കുന്ന എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരിക്കലും പറയത്തില്ല, മാണിക്കത് അറിയത്തേയില്ല. അപ്പം ഇങ്ങനത്തെ ടേംസ്, അതായത് ഒരു ലാംഗ്വേജ് മാത്രം പറയുന്ന പിള്ളേരുടെ വെക്കാബുലറി വെച്ച് നോക്കുമ്പോൾ രണ്ട് ലാംഗ്വേജും പറയുന്നവർക്ക് എപ്പോഴും വെക്കാബുലറി കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് കോഡ് സ്വിച്ചിങ് നടത്തുന്നത് കൊണ്ട്. ഇപ്പോൾ ജ്വലിക്കുന്ന എന്നുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പം ഇപ്പോൾ ഈവൻ മാണിക്ക് അത്രയും കൂടി അറിയത്തില്ല, ബിക്കോസ് അവൻ രണ്ടിൻ്റെയും ഇച്ചിരി അറിയത്തുള്ളൂ. സോ ദ ബൈലിംഗ്വൽ ചിൽഡ്രൻ സ്കോർഡ് ലോ ഇൻ ഇംഗ്ലീഷ്, അതാണ് സ്റ്റഡീസാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നത് പക്ഷെ രണ്ട് ലാംഗ്വേജ് നന്നായിട്ട് പറയാൻ പറ്റുന്നവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് കോഡ് സ്വിച്ചിങ് ആണെങ്കിൽ ബൈലിംഗ്വലിസത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് എൻഹാൻസ് അല്ലെ എൻറിച്ച്ഡ് അഡ്വാൻസ്ഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്രെയിൻ ഇമേജിംഗ് റിസർച്ച് റിവീൽസ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഹു അക്വയർ 2 ലാംഗ്വേജ് ഹാവ്, അപ്പം ഇങ്ങനെയുള്ളവരുടെ ന്യൂറൽ കണക്ഷൻസ്, ലെഫ്റ്റ് ഹെമിസ്ഫിയറിലെ ന്യൂറൽ കണക്ഷൻസ് കുറച്ചും കൂടെ ഡെൻസർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒത്തിരി ഞാൻ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ന്യൂറൽ കണക്ഷൻ റെപ്രസെൻറ്റ്സ് എ ന്യൂ മെമ്മറി, അല്ലെങ്കിൽ ഒരു ന്യൂ ഇൻഫർമേഷൻ സ്റ്റോർ ആകുമ്പം ബ്രെയിനിലൊരു പുതിയ ന്യൂറൽ കണക്ഷൻ വരും. അപ്പം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് അറിയാവുന്നവർക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടായിരിക്കും. എവിടെ? ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ. ആൻഡ് ബൈലിംഗ്വൽ ചിൽഡ്രൻ ഔട്ട് പെർഫോം അതേഴ്സ് ഓൺ ടെസ്റ്റ് ഓഫ് സെലക്റ്റീവ് അറ്റൻഷൻ. ഇപ്പോൾ ബൈലിംഗ്വൽ ആയിട്ടുള്ളവർക്ക് മറ്റ് പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ സെലക്റ്റീവ് അറ്റൻഷൻ ഉണ്ടായിരിക്കും. ഔട്ട് പെർഫോം, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ദേ വിൽ ബി ഹാവിങ് inhibition of irrelevant information, analytical reasoning, concept formation, cognitive flexibility. ഇങ്ങനത്തെ മൾട്ടി ഡയമെൻഷണൽ ഗുണങ്ങൾ അവർക്കുണ്ടെന്നാണ് പറയുന്നത്. പല രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റും, കാരണം പല വാക്കുകൾ അവർക്കറിയാലോ. അതുപോലെ ചില വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത കൊച്ചിന് അത് മനസ്സിലാവത്തില്ല, അതേസമയം ഇംഗ്ലീഷ് അറിയാവുന്ന കൊച്ചിനാകുമ്പോൾ അത് ശ്രദ്ധിക്കും. അതാണ് സെലക്റ്റീവ് ആൻഡ് ഇൻഹിബിഷൻ അവർക്ക് കുറവായിരിക്കും. കാരണം അവർക്ക് എന്തായിരിക്കും, ഇങ്ങനെ ഒത്തിരി ആൾക്കാരോട് അവർക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇൻഹിബിഷൻ ഓഫ് ഇറലവൻറ്റ് ഇൻഫർമേഷൻ, അനലറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ, കാര്യങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കി അവർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ കോഡ് സ്വിച്ചിങ് നെഗറ്റീവ് ആണെങ്കിൽ ഇതൊക്കെ അതിൻ്റെ പോസിറ്റീവ്സ് ആണ്. ഓക്കെ,
ദേ ആർ ഓൾസോ അഡ്വാൻസ് ഇൻ സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ്. അവരുടെ മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ്സിൽ ഇതൊന്നും എഴുതി വെക്കണം കേട്ടോ, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എപ്പോഴും ചോദിക്കുന്നതാണ്. സോ ചില മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ്സിൽ അവർക്ക് കുറച്ച് എന്താ പറയുന്നത് കൂടുതൽ വെയിറ്റേജ് അവർക്ക് കിട്ടും. എന്തൊക്കെയാണ്? ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ഇൻ ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഇംഗ്ലീഷിലെ തെറ്റും മനസ്സിലാവും, മലയാളത്തിലെ തെറ്റും മനസ്സിലാവും. അതാണ് ഗ്രമാറ്റിക്കൽ തെറ്റുകൾ അവർക്ക് മനസ്സിലാകും. മീനിങ്, കൺവെൻഷൻസ് ഓഫ് കോൺവെർസേഷൻസിൽ വർത്തമാനം പറയുന്നതിൻ്റെ കുറച്ച് രീതികളുണ്ട്, അതെല്ലാം ആർക്ക് മനസ്സിലാകും? ഈ ബൈലിംഗ്വൽസിന് കുറച്ചും കൂടെ ഫേവറബിൾ ആയിരിക്കും. ആൻഡ് ചിൽഡ്രൻ ട്രാൻസ്ഫർ ദ ഫോണോളജിക്കൽ അവയർനെസ് സ്കിൽ ഇൻ വൺ ലാംഗ്വേജ്. അതുപോലെ തന്നെ അവർക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഇല്ലേ, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ മലയാളം നന്നായിട്ട് പറയാവുന്ന കൊച്ചിന് ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും അവർക്കത് നന്നായിട്ട് മലയാളം പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ദേ കുഡ് എൻഹാൻസ് അവരുടെ ഫോണോളജിക്കൽ അവയർനെസ്, അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മിസ് അതിന് എക്സാമ്പിൾ പറയാം. ഞാൻ ചെറുപ്പം തൊട്ടൊരു CBSE സ്കൂളിൽ പഠിച്ചു. അപ്പോൾ എനിക്ക് മലയാളം ഇച്ചിരി അറിയാം, ഇംഗ്ലീഷ് ഇച്ചിരി അറിയാം. വേറെ എൻ്റെ ഒരു കസിൻ ചേച്ചിമാർ അവർ 12th വരെ അവർ മലയാളം മീഡിയത്തിൽ പഠിച്ചു. വൺസ് അവർ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴാണ് അവർ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് നൗ ആ ചേച്ചിമാർ ഈസ് മോർ ഫ്ലുവൻറ്റ് ദാൻ മീ, മനസ്സിലായി. അപ്പോൾ അതെന്തുകൊണ്ട് അവർക്ക് നല്ല ബേസ് ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് എന്ത് പറ്റി, മറ്റേത് നന്നായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഒരു ലാംഗ്വേജിൽ നന്നായിട്ട് അറിയാമെങ്കിൽ അവർക്ക് ഫോണോളജിക്കൽ ട്രാൻസ്ഫർ അവർക്ക് നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ബോത്ത് ഷെയർസ്, ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇതുമല്ല, ചില ലാംഗ്വേജിൽ ഇങ്ങനെ നമുക്ക് എന്താ ട്രാൻസ്ഫർ നന്നായിട്ട് നടത്താൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ. ആൻഡ് എൻഹാൻസസ് റീഡിങ് അച്ചീവ്മെൻറ്റ്. അതായത് പല ഭാഷകൾ അറിയാവുന്ന പിള്ളേർ ഉറപ്പായിട്ടും അവർക്ക് വായിക്കാനും ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇംഗ്ലീഷും മലയാളവും ഒക്കെ വായിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ റീഡിങ്. സോ ഇത് ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. ദിസ് ഡിസ്കസ് അബൌട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് മെറ്റാലിംഗ്വിസ്റ്റിക്. കോഡ് സ്വിച്ചിങ് ആണ് അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു റെലവൻസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, പിള്ളേർ ഇത് 2 ലാംഗ്വേജ് ഡെവലപ്പ് ആകുമ്പോൾ അവർക്ക് ഇത്രയും ഗുണങ്ങൾ കിട്ടും. അത് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ, ഒന്ന് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്നൊരു കൊച്ചിൻ്റെ കൂട്ടത്തിൽ മലയാളം. എക്സാമ്പിൾ, മാണി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയപ്പം എൻ്റെ ഒരു കസിൻ, അവന് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, മാണിക്കാണെങ്കിൽ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും തന്നെ ആകുമ്പോഴല്ലോ ദ അതർ ബോയ് ഹു വാസ് ദ എൽഡർ വൺ, ഹി വാസ് ഫോഴ്സ്ഡ് ടു സ്പീക്ക് ഇൻ മലയാളം. കാരണം കൊച്ചിന് മനസ്സിലാവണ്ടേ. അപ്പോൾ അവൻ വളരെ കഷ്ടപ്പെട്ട് അവൻ മലയാളം വാക്കുകളൊക്കെ പെറുക്കി അവൻ വർത്താനം പറയാം. സോ ഇങ്ങനെ 2 ഭാഷയിലുള്ളവർ തമ്മിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഫോഴ്സ്ഫുള്ളി മറ്റേ ആളുടെ ലാംഗ്വേജും ബോത്ത് ഹാസ് ടു ലേൺ ദ അതർ വൺസ് ലാംഗ്വേജ്, എന്നാലല്ലേ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ 2 പേരുടെ ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ആകും. അപ്പം ദ ഗോൾ ഈസ് ടു ഫോസ്റ്റർ, അതിനെയാണ് 2-way ബൈലിംഗ്വൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്ന് ഫ്ലുവൻ്റ് ആയിട്ടുള്ളതും ഫ്ലുവൻസി കുറവുള്ള 2 പേരെയും കൂടെ അടുപ്പിച്ചിരുത്തുമ്പോൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. അവരുടെ കൾച്ചറൽ എൻറിച്ച്മെൻറ്റും കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക് എല്ലാം അഡ്വാൻസ്ഡ് ആവും. ബൈലിംഗ്വൽ ചിൽഡ്രൻ ആർ അഡ്വാൻസ്ഡ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ്. അതാണ് അതിൻ്റെ പോസിറ്റീവ്. അപ്പം ബൈലിംഗ്വൽസിന് കൂടുതൽ പോസിറ്റീവ്സ് ആണ് ഉള്ളത്. ആൻഡ് 1 നെഗറ്റീവ് ഈസ് കുറച്ച് വൊക്കാബുലറി അവർക്ക് കുറവായിരിക്കും. ഓക്കെ.